സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പാണ് ഓരോ ദിവസവും നടത്തുന്നത്. എന്റെ പൊന്നെ, ഇത് എന്തൊരു പോക്കാണ് എന്നാണ് ആഭരണ പ്രേമികൾ ചോദിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ അക്ഷയ തൃതീയ എത്തി നിൽക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റദിന വ്യാപാരം നടക്കുന്ന ദിവസമാണ് അക്ഷയ തൃതീയ. ആയതിനാൽ തന്നെ അക്ഷയ തൃതീയയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ജ്വല്ലറികൾ. പക്ഷേ ഇത്തവണ സ്വർണ്ണവില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് വ്യാപാരത്തെ ബാധിക്കുമോ എന്ന സംശയങ്ങളും വിപണിയിൽ ഇന്നും ഉയർന്നു വരുന്നുണ്ട്. കാരണം സ്വർണ്ണവില റെക്കോർഡ് വിലയിലേക്ക് എത്തിയത് വ്യാപാരികൾക്ക് തിരിച്ചടിയായേക്കുമെന്നാണ് സംശയം. പക്ഷേ വില ഉയർന്നതിനാൽ തന്നെ കുറഞ്ഞ അളവിലുള്ള സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണവും ഈ സാഹചര്യത്തിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഉയർന്ന ഒറ്റദിന വ്യാപാരമായതുകൊണ്ട് തന്നെ കച്ചവടം പൊടിപൊടിക്കാൻ വിവിധ പരീക്ഷണങ്ങളാണ് സ്വർണ്ണ വ്യാപാരികളും നടത്തുന്നത്. ഇതിനായി പുതിയ ഓഫറുകളും ഡിസൈനുകളും പല ജ്വല്ലറികളിലും നിറഞ്ഞു കഴിഞ്ഞതായാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഭൂരിഭാഗം ആളുകളും സ്വർണ്ണ വിഗ്രഹം, സ്വർണ്ണ നാണയങ്ങൾ, ചെറിയ ആഭരണങ്ങൾ എന്നിവയാണ് കൂടുതലായും വാങ്ങുന്നത്. എന്നാൽ അക്ഷയ തൃതീയ ദിവസം ചടങ്ങ് തികയ്ക്കാൻ മാത്രം സ്വർണം വാങ്ങുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇത് വിശ്വാസികളുടെ ഒരു വിശ്വാസമാണ്. ഈ ദിവസത്തെ എന്നാൽ ഇങ്ങനെ ആഘോഷിക്കാത്തവരുമുണ്ട്. അതെല്ലാം ഒരു ബിസിനസ് കാര്യമാണ്. ഇനി പറയാൻ പോകുന്നത് എന്താണെന്നാൽ അക്ഷയ തൃതീയയുടെ പ്രാധാന്യം എന്താണെന്നും എന്തൊക്കെയാണ് അക്ഷയ തൃതീയ ആഘോഷങ്ങളെന്നും നോക്കാം. അതായത് ഭാരതീയ വിശ്വാസപ്രകാരം സർവ്വ ഐശ്വര്യത്തിന്റെയും ദിനമായാണ് അക്ഷയ തൃതീയ എന്ന ദിവസത്തെ നോക്കിക്കാണുന്നത്. ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റിയ ഉത്തമമായ ദിവസമെന്നും പറയപ്പെടുന്നു. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തൃതീയാണ് അക്ഷയ തൃതീയ. ഈ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ദിവസത്തിൽ മുഹൂർത്തം നോക്കാതെ ഏത് പ്രവർത്തികളും ആരംഭിക്കാമെന്നും പറയപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ഗഭീരഥ മുനിയുടെ തപസ്സിലൂടെ ഗംഗാ നദി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെത്തിയ ദിനമാണ് അക്ഷയ തൃതീയ എന്ന് വിശ്വാസികൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട ദിവസം ഒരു തരി പൊന്നെങ്കിലും വാങ്ങിക്കാത്ത മലയാളികൾ തന്നെ കുറവാണെന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ഇനിയും ചരിത്രങ്ങളുണ്ട് കേട്ടോ. അക്ഷയ തൃതീയ കൊണ്ട് അർത്ഥമാക്കുന്നത് സമ്പത്ത്, സമൃദ്ധി, സന്തോഷം, പ്രതീക്ഷ എന്നിവ ഒരിക്കലും കുറയാത്തത് എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ വൈശാഖ മാസത്തിലെ ചാന്ദ്രദിനത്തിലാണ് ഈ ദിവസം ഉത്സവമായി എല്ലാവരും ആഘോഷിക്കുന്നത്. മറിച്ച് രോഹിണി നാളിൽ അക്ഷയ തൃതീയ എത്തിയാൽ ഈ ദിവസം കൂടുതൽ ഐശ്വര്യമാകുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ ഈ ദിവസം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവാസം, ദാനധർമ്മം എന്നിവയും വിശ്വാസികൾ ചെയ്തു വരുന്നുണ്ട്. വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമന്റെ ജന്മദിനമാണ് അക്ഷയ തൃതീയ എന്നും ഒരു ഐതിഹ്യം കൂടിയുണ്ട്. ജൈനമതക്കാർ പറയുന്നത് തീർത്ഥങ്കരനെ അനുസ്മരിക്കുന്ന ദിവസമായാണ് അക്ഷയ തൃതീയ. ചില ജൈനമത വിശ്വാസികൾ ഈ ഉത്സവത്തെ വർഷിതബ എന്നും പറയുന്നുണ്ട്. ഈ നാളുകളിലാണ് വ്യാസമുനി ഗണപതിക്ക് മഹാഭാരത പാരായണം ചെയ്തു കൊടുത്തതെന്നും ഈ ദിവസമാണ് ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്നും ഐതിഹ്യങ്ങൾ ഒരുപാട് നിലവിലുണ്ട്. ഈ പുണ്യദിനത്തിലെ ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നത് ആളുകൾ വീടുകൾ വൃത്തിയാക്കി അങ്ങേയറ്റം ഭക്തിയോടെയും ഉത്സാഹത്തോടെയും പൂജ നടത്തുന്നതോടെയാണ്. പ്രിയപ്പെട്ടവരുടെ ഭാഗ്യം, സമൃദ്ധി, ആരോഗ്യം എന്നിവയ്ക്കായി പൂജകളും യജ്ഞങ്ങളും നടത്തുന്ന ഓരോ വിശ്വാസികളുമുണ്ട്. ദാനധർമ്മങ്ങളും ഈ ദിവസത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഭക്ഷണം, വസ്ത്രങ്ങൾ, മറ്റ് വസ്തുക്കൾ എന്നിവ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാറുമുണ്ട്. അതായത് ജീവിതത്തിൽ ഭാഗ്യം വരാൻ വേണ്ടിയാണ് ആളുകൾ അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. പൊതുവെയുള്ള വിശ്വാസമനുസരിച്ച് ഈ ദിവസം സ്വർണവും വസ്തുക്കളും വാങ്ങുന്നത് ഭാവിയിൽ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരും. അതിനാൽ തന്നെ അക്ഷയ തൃതീയയിൽ വെള്ളി വാങ്ങുന്നതും ശുഭകരമായി കാണപ്പെടുന്നുണ്ട്. കാരണം സ്വർണം വാങ്ങാൻ കഴിയാത്തവർ വെള്ളി വസ്തുക്കൾ വാങ്ങിയാണ് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.